എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 എന്ന ഈ വർഷത്തെ ആദ്യത്തെ മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാറിയ രേഖാചിത്രം എന്ന സിനിമയുടെ ഫൈനൽ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ, നാളെ OTT റിലീസ് ചെയ്യാൻ പോകുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി ഈ വർഷം ജനുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച് 2025 എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാറിയ സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഫൈനൽ വേൾഡ് വൈഡ് കേരള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 26,85,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി രൂപയും ഓവർസീസിൽ നിന്നും മാത്രം 25,45,00,000 രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രം ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 57,30,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വൻ തരംഗമായി മാറിയ സിനിമ കൂടിയാണല്ലോ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം. ഇപ്പോൾ ഇത് ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായി ഇതിനോടകം തന്നെ രേഖാചിത്രം മാറിയിരിക്കുകയാണ്. അതിനിടയിൽ രേഖാചിത്രം എന്ന സിനിമ ബിസിനസ് അടക്കം ചിത്രം 75 കോടി ക്ലബിൽ കയറിയെന്നുള്ള പോസ്റ്ററെല്ലാം തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ചിത്രം മാർച്ച് മാസം 7-ാം തീയതി നാളെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ വിവിധ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളും വരാൻ പോകുന്ന അപ്ഡേറ്റുകളും അറിയാനായി. അതോടൊപ്പം കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തമിഴ് സിനിമയാണല്ലോ ബോക്സ് ഓഫീസിൽ വിജയിച്ച തമിഴ് സിനിമ കൂടിയാണല്ലോ കുടുംബസ്ഥൻ. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി നാളെ മലയാളം അടക്കമുള്ള വിവിധ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ മാസം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണല്ലോ തണ്ടൽ. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം മാർച്ച് മാസം 7-ാം തീയതി നാളെ മലയാളം അടക്കമുള്ള വിവിധ ഭാഷകളിലായിരിക്കും ചിത്രം പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും OTT അപ്ഡേറ്റുകളും അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.